നമ്മൾ സമുദ്രത്തിൽ നിന്ന് ആണല്ലോ മീൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അതാണല്ലോ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് കറി വെക്കുന്നത്. ഈ കറി വെക്കുമ്പോൾ നമ്മൾ കറിക്ക് ഉപ്പിടാറില്ലേ? ഈ മീൻ ജനിച്ച കാലം തൊട്ട് വലയിൽ കയറുന്നത് വരെ എവിടെ? ഉപ്പ് വെള്ളത്തിലാണ് അല്ലേ? എന്നിട്ടത് കറി വെക്കുമ്പോൾ പിന്നെ ഉപ്പിടേണ്ടി വരിക. കാര്യം ഉപ്പ് വെള്ളത്തിൽ ജനിച്ച് വളർന്ന് കിടന്ന് ചാകുന്ന വരെ കിടന്നിട്ടും അത് ഉപ്പ് ഏക്കാതെ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ചെറിയ ഒന്നായ ഒരു മീൻ, ആത്മാവും ഇല്ല പരിശുദ്ധാത്മാവും ഇല്ലാത്ത മീൻ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉപ്പ് ഏക്കാതെ ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾക്ക് പാപം നിറഞ്ഞ ലോകത്തിൽ പാപമേൽക്കാതെ ജീവിക്കാൻ സാധിക്കും. അത് സാമ്പാറിനകത്ത് ഉപ്പിടുക, ആ സീൻ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. സാമ്പാറിൻ്റെ അകത്ത് ഉപ്പിടുന്നു. ഉപ്പ് ഇങ്ങനെ സാമ്പാറിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഉപ്പ് കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ്, ഉപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ചുവന്ന് തുടുത്ത തക്കാളി ഒരു മൂലയിൽ അല്ലേ, അപ്പുറത്ത് നോക്കുമ്പം കോല് പോലെ ഇരിക്കുന്ന മുരിങ്ങക്ക, അപ്പുറത്ത് നോക്കിയപ്പോൾ അടിച്ചു പരത്തിയ കലം പോലെ ഉരുളക്കിഴങ്ങ് ഷേപ്പില്ല, മറ്റേടത്ത് നല്ല തിളങ്ങുന്ന കത്തിരിക്ക വഴുതനങ്ങ, ഇതെല്ലാം കാണുക. അപ്പോൾ ഈ ഉപ്പ് പറയോ? ഓ തക്കാളി വലിയ പുള്ളിയായിട്ട് ഞാൻ ചേരിയല്ല പറയുമോ? ഓ മുരിങ്ങക്ക കമ്പോലിരിക്കുക അല്ലേ? അങ്ങനെ പറയുമോ? ഏതെടുത്ത് കടിച്ചാലും എന്ത് കാണും? ദൈവസ്നേഹം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പം കാലിലൊരു മുള്ളു കൊണ്ടു ഉടനെ കൈ കെട്ടി നിന്നിട്ട് കൊള്ളട്ടെ, പലയിടത്തൂടെ കൊള്ളുവന്നു, കയറട്ടെ കുത്തി, ഇങ്ങനെയൊക്കെ കമൻട്രി പറയുമോ? ഒരു കാലി മുള്ളു കൊണ്ടാൽ കൈ പാഞ്ഞു ചെന്ന് അതെടുത്ത് കളഞ്ഞ് കണ്ണ് നിറയും. മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കും, രാത്രി ചോറ് വെള്ളം ഒഴിച്ചാൽ ഉപ്പിട്ട് വെക്കും. ഇതൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിലെ കൂട്ടുകാരിൽ നരകത്തിലേക്ക് നശിച്ചു പോകാനിരിക്കുന്ന അനേകരെ ഒന്ന് ഇറങ്ങിച്ചെല്ലുവാൻ ഉപ്പിനെ പോലെ. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഉപ്പിൻ്റെ അടുത്തൊരു പോയിൻ്റ്, ഉപ്പിന് പകരം മറ്റൊന്നില്ല. ഉപ്പില്ല അച്ചാച്ചാന്ന് ഭാര്യ പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യടി, നാളെ മേടിക്കാം എന്നാരും പറയത്തില്ല. ഉപ്പിന് പകരം എന്തേ ഉള്ളൂ? നമുക്ക് പകരം നമ്മൾ മാത്രമേ ഉള്ളൂ. അയാളെ പോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് കൃപയില്ല, നിങ്ങളെപ്പോലൊന്നും പ്രസംഗിക്കാൻ ഇതൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ദൈവം മറ്റൊരുത്തനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത്. ഇത് ഹൃദയപ്പലകയെ കുറിച്ച് വെച്ചോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒന്നും പറയാനില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളൊരു ശുശ്രൂഷയുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ശ്രദ്ധിച്ചാട്ടെ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ തിരഞ്ഞെടുത്ത, തന്നെ അനുഗമിച്ച ശിഷ്യഗണത്തെ നോക്കിയിട്ട് കർത്താവ് പറയാം, നിങ്ങളെ ഞാൻ ഈ ഭൂമിയിൽ ഒരു പോസ്റ്റാക്കി അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുക. എന്ത് പോസ്റ്റാ? നിങ്ങൾ ഭൂമിയിൽ ഉപ്പാകുന്നു. ഒരാൾ നമ്മളെ ഒരു പോസ്റ്റിലേക്ക് നിയോഗിക്കുമ്പോൾ ആ നിയോഗിക്കുന്ന ആൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? പ്രതീക്ഷയുണ്ട്. ഒരു നേഴ്സിനെ ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിന് ആ നേഴ്സിനെ കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. അവർ ഡ്യൂട്ടി സമയത്തിരുന്ന് ഉറങ്ങുന്നവരൊന്നും ആകരുതെന്നും കൃത്യമായ ഡ്യൂട്ടി ചെയ്യുന്നവരായിരിക്കണമെന്നും ഒക്കെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ തന്നെ ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യം ഒരു നേഴ്സ് പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ആരും എന്ത് ചെയ്യില്ല, പറയത്തുമില്ല. പക്ഷേ നേഴ്സിൻ്റെ ഡ്യൂട്ടി നേഴ്സ് ചെയ്തിരിക്കണം എന്നുണ്ട്. കർത്താവ് നമ്മെ ഭൂമിയിൽ ഉപ്പായിട്ട് ആക്കി വച്ചിരിക്കുമ്പോൾ ഇത് ആരെ നോക്കി പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരം ശിഷ്യന്മാരോട് പറഞ്ഞു. ആരാണ് ശിഷ്യന്മാർ എന്ന ചോദ്യത്തിന് തിരുവചനം നമുക്ക് തരുന്ന മറുപടി യോഹന്നാൻ്റെ സുവിശേഷം 8:31 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ. അതൊരു ഡിമാൻഡാ. എല്ലാവരും എൻ്റെ ശിഷ്യന്മാരൊന്നുമല്ല, പിന്നെ ആരാ? അത്രേ ഉള്ളൂ. ചർച്ചിൻ്റെ അകത്ത് വരുന്നവരെല്ലാം ഒന്നുമല്ല. ചർച്ചിൻ്റെ അകത്ത് എല്ലാവർക്കും വരാം, അതിൽ പ്രശ്നമൊന്നുമില്ല. വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളെൻ്റെ പള്ളിയിൽ നിലനിൽക്കുന്നു എങ്കിൽ എന്നല്ലല്ലോ കർത്താവ് പഠിപ്പിച്ചത്. പിന്നെ നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ആരായി? വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ ചെയ്യും. കാരണം ആ സ്വാതന്ത്ര്യത്തിലേക്ക് അന്ന് അവർ നയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ക്രൂശ് മരണമൊന്നും
നടന്നിട്ടില്ല. അതുകൊണ്ട് ആ വാക്ക് അവിടെ ചേർക്കുന്നത്. ഇനി നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താലും അടക്കത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും അതിൽ വിശ്വസിച്ച് പ്രാപിക്കുന്ന രക്ഷയാലും നമ്മൾ എന്ത് ചെയ്യും? അടിമനുഖത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങൾ വരും. അപ്പോൾ അതിനു മുമ്പ് അവരോട് പറയാണ്, നിങ്ങൾ വാസ്തവമായി എവിടെ നിൽക്കണം? വചനത്തിൽ നിലനിൽക്കണം. എനിക്ക് ഞാനീ പറയുന്നില്ലേ, ഈ ചർച്ചയിൽ വരുന്നവരെല്ലാം ശിഷ്യന്മാരല്ലെന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും വചനത്തിൽ നിലനിൽക്കുന്നതൊന്നും അല്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു അത്ഭുതം, പള്ളിയിൽ നിന്നപ്പോൾ കത്തോലിക്കലോ യാക്കോബേലോ മാർത്തോമേലോ ഓർത്തഡോക്സിലോ എവിടേക്കോ നിന്നവരാണല്ലോ നമ്മളീ പലരും. ഞാൻ നിന്ന പോലെ നിന്നവരാരും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പല പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണ്. എന്തിനാണ് നിങ്ങൾ മാർത്തോമ വിട്ടത്, യാക്കോബ് വിട്ടത്, ഓർത്തഡോക്സ് വിട്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെല്ലാം മോശക്കാരായതുകൊണ്ടും പെന്തക്കോസുകാർ മാത്രം മിടുക്കന്മാരായതുകൊണ്ടും വന്നതാണെന്നൊന്നും നമ്മളാരും പറയില്ലല്ലോ. പറയോ? ഇല്ല. കാരണം മാർത്തോമാക്കാർ, യാക്കോബക്കാരും ഓർത്തഡോക്സ് അവരെല്ലാം മോശക്കാരൊന്നും ആണോ? ഒന്നുമല്ല. എത്രയോ നല്ല ഭക്തന്മാരായ മനുഷ്യർ നമുക്ക് ചുറ്റും പാർക്കുന്നുണ്ട്. അപ്പോൾ അവർ മോശക്കാരായതുകൊണ്ടല്ല വന്നത്. പിന്നെന്താ? പിന്നെ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ചർച്ചിൽ പോയി, പെന്തക്കോസിൽ പോയി, ചർച്ചിൽ പോയി പാസ്റ്റർമാരുടെ വചനപ്രസംഗം കേട്ടപ്പോൾ ദൈവവചനത്തിന് വിപരീതമായ പല കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പള്ളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനാണ് എവിടെ പോയേ? പെന്തക്കോസിൽ പോയേ എന്ന് പറഞ്ഞവരാണ് നമ്മൾ. ചിലപ്പോൾ ഇപ്പോഴും പറയുന്നതും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് വചനവിരുദ്ധമായ പലതും നമ്മുടെ സഭയ്ക്കകത്ത് കണ്ടാൽ നമ്മൾ വളരെ കണ്ണു അടച്ച് നൈസായിട്ടങ്ങ് പോകും. പിന്നെ എന്തിനാ പള്ളി വിട്ടെ? അവിടെ അങ്ങ് നിന്നാൽ പോരായിരുന്നു. അപ്പം വചനവിരുദ്ധമായ കാര്യം എവിടെ കണ്ടാലും അത് വചനവിരുദ്ധമാണ്, അത് തെറ്റാണെന്ന് പറയാൻ കഴിയുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. ജനം പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് പറയുവിൻ. ജനം പറയുക ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പം ഇന്നും ജനത്തിന് ആവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ടത് പ്രസംഗിക്കുന്നവരെയാണ് ജനത്തിന് ആവശ്യം. പക്ഷേ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് പ്രസംഗിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. അപ്പം നമ്മൾ നിൽക്കേണ്ടത് എവിടെയാ? ദൈവവചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കണം. വചനം വിട്ടുള്ള ഒരു കളിക്കും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവൻ കൈയടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ചില കാര്യങ്ങൾ നമ്മളിത് തെറ്റാണെന്ന് പറയേണ്ടി വരുന്നത്. വേദപുസ്തകത്തിൽ ആദ്യത്തെ കസേരമോഹി ആരായിരുന്നു? പറ. വേദപുസ്തകത്തിൽ ആദ്യം കസേര മോഹിച്ച ആളാരാ? ദൈവം ഇരിക്കുന്ന കസേര വേണമെന്ന് ഒരു പുള്ളി ഹൃദയത്തിലൊന്ന് ചിന്തിച്ചു. അന്ന് തുടങ്ങിയ കസേരക്കടി ഇന്നും തീർന്നിട്ടുണ്ടോ? നിങ്ങൾ പറ. ഇല്ല. കസേരയ്ക്ക് അടിക്കുന്നവൻ്റെ എല്ലാം ഉള്ളിലിരിക്കുന്നത് ഈ ലൂസിഫറാണ്, പിശാചിൻ്റെ ആത്മാവാണ്. നിങ്ങൾക്ക് ഞാൻ ദൈവവചനത്തിൽ നിന്ന് തെളിയിക്കാം, ദൈവവചനത്തിൽ നിന്ന് പറയാം. ഇതെൻ്റെ കൂട്ട് സഹോദരനാണ്, എൻ്റെ കൂട്ട് ശുശ്രൂഷകനും സഹശുശ്രൂഷകനും കൂട്ട് സഹോദരനും ക്രിസ്തുവിൽ സഹോദരനുമാണ്. ഇവിടെ നടുക്കൊരു കസേരയുണ്ട്. സൂപ്രണ്ടോ സെക്രട്ടറിയോ ട്രഷാറോ ഖജാൻജിയോ എന്ത് കുന്തോ ആട്ടെ, ഒരു കസേരയുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ഈ കൂട്ട് സഹോദരനും ഞാനും ഈ കസേരയ്ക്ക് വേണ്ടി മത്സരിക്കുകയും അദ്ദേഹത്തിന് എതിരായി ഞാൻ സംസാരിക്കുകയും അദ്ദേഹം കള്ളനാണ്, വ്യാജനാണ്, കൊള്ളക്കാരനാണെന്ന് പറയുകയും ഊമക്കത്തയക്കുകയും അദ്ദേഹത്തെ മാക്സിമം അദ്ദേഹത്തിന് എതിരെ പറയുകയും ചെയ്തിട്ട് ഈ കസേര ഞാൻ മോഹിച്ചാൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ ഉണ്ടാവുക എന്ന് ഇത്രയും കാലം പെന്തക്കോസ്തിൽ നിന്ന് വചനം കേട്ട നിങ്ങൾ പറ. ഞാൻ പറഞ്ഞാലല്ലേ കുഴപ്പം? ഇനി യേശുവിൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക? യേശു എന്നെ പഠിപ്പിച്ചത് എന്താ? ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ആ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കും. വിട്ടുകൊടുത്തിട്ട് പറയും, എൻ്റെ സഹോദരനെ നിങ്ങൾ ആ സ്ഥാനത്താക്കണം. അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിനെ അത് നിയോഗിക്കണം എന്ന് പറഞ്ഞ് ഒരു ത്യാഗം ചെയ്യുന്ന ആത്മാവായിരിക്കും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. ഇതില്ലാത്ത സകല എണ്ണത്തെ നോക്കി വചനത്തിൽ നിൽക്കുന്നവൻ പറയും ഇത് തെറ്റാണ്. അപ്പോൾ ഏമാന്മാർക്ക് ഇഷ്ടപ്പെടൂല. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്ക് ഹൃദയത്തിലിരിക്കട്ടെ. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ. അപ്പൊ ആരോടാണ് ഈ പറയുന്ന വാക്യം? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. ശിഷ്യന്മാരാരാണ്? വചനത്തിൽ നിൽക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ വചനത്തിൽ നിൽക്കുന്നവരെ കർത്താവ് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പായിട്ടാണ്. അപ്പൊ ഈ ഉപ്പിൽ നിന്ന് ആക്കി വച്ചവൻ ചില ഗുണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1, 2, 3 എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 1, ഉപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു നല്ല വെളുത്ത പദാർത്ഥമാണ് ഉപ്പ്. നല്ല വെള്ളയാണ് അല്ലേ ഉപ്പ്? ഒരു വെണ്മയുള്ള പദാർത്ഥം. ദൈവം ഒരു ദൈവ പൈതലിൽ നിന്ന്, ഒരു ശിഷ്യനിൽ നിന്ന്, വചനത്തിൽ നിലനിൽക്കുന്നവനിൽ നിന്ന് ഒന്നാമത് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിൻ്റെ മുഖം കാണത്തില്ലെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കാണത്തില്ലെന്ന് തന്നെയാണ്. ഞാൻ വാതിലാകുന്നു, നിങ്ങൾ ഓരോ കഥകാകണമെന്ന് കർത്താവ് പറഞ്ഞോ? ഞാൻ നല്ല കൊമ്പാകുന്നു, നിങ്ങളും കൊമ്പാവണമെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ. അത് പറഞ്ഞു. കാരണം കർത്താവ് ഇരിക്കുന്നിടത്ത് പോയി, അതെന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ വാഗ്ദത്തം. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തേണ്ടതിനെന്നാണ് വാഗ്ദത്തം. അപ്പോൾ അതുകൊണ്ട് ആ കർത്താവ് ഇരിക്കുന്നിടത്ത് പോയി ഇരുന്ന് കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കണമെങ്കിൽ ദൈവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന്, അത് വിശുദ്ധ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സാധ്യമാകും? പാപം നിറഞ്ഞ ലോകത്തിൽ പാപമേൽക്കാതെ ജീവിക്കാൻ പറയുന്നതിനാണ് ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതെങ്ങനെ നടക്കും? സാധ്യമാകുമോ? നോക്ക്, നമ്മൾ സമുദ്രത്തിൽ നിന്ന് ആണല്ലോ മീൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന്, അതാണല്ലോ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് കറി വെക്കുന്നത്. ഈ കറി വെക്കുമ്പോൾ നമ്മൾ കറിക്ക് ഉപ്പിടാറില്ലേ? ഈ മീൻ ജനിച്ച കാലം തൊട്ട് വലയിൽ കയറുന്നത് വരെ എവിടെ? ഉപ്പ് വെള്ളത്തിലാണ് അല്ലേ? എന്നിട്ടത് കറി വെക്കുമ്പോൾ പിന്നെ ഉപ്പിടേണ്ടി വരിക. കാര്യം ഉപ്പ് വെള്ളത്തിൽ ജനിച്ച് വളർന്ന് കിടന്ന് ജാകുന്ന വരെ കിടന്നിട്ടും അത് ഉപ്പ് ഏക്കാതെ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ചെറിയ ഒന്നായ ഒരു മീൻ, ആത്മാവും ഇല്ല പരിശുദ്ധാത്മാവും ഇല്ലാത്ത മീൻ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉപ്പ് ഏക്കാതെ ജീവിക്കുന്നെങ്കിൽ ആത്മാവിനെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾക്ക് പാപം നിറഞ്ഞ ലോകത്തിൽ പാപമേൽക്കാതെ ജീവിക്കാൻ സാധിക്കും. അതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. വാക്യങ്ങളുടെ അകമ്പടി ആണ് നമ്മളെല്ലാ ക്ലാസ്സുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരം കുറവായതുകൊണ്ട് വാക്യങ്ങൾ പറഞ്ഞു വിടുന്നുള്ള എടുക്കേണ്ട. 1 പത്രോസ് 1:14, 1 തെസ്സലോനിക്യ ലേഖനം 4:7. ഇനി 2, ഉപ്പിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഉപ്പ് തിന്നവൻ എന്ന് പറഞ്ഞാൽ ദാഹം വരുത്തുന്ന വസ്തുവാണ് ഉപ്പ് അല്ലേ? അപ്പോൾ നമുക്കൊരു ദാഹം വരുത്തുന്ന വസ്തുവായി നമ്മൾ മാറുമ്പോൾ നമ്മെ കാണുന്ന, നമ്മോട് ഇടപെടുന്ന മറ്റുള്ളവരോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദാഹം വരുത്താൻ കഴിയണം. അതിന് നല്ല ഒന്നാം തരം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സുവിശേഷം അറിയിക്കണം. ഹാള് ദൈവം നമുക്ക് നൽകി. ഞാൻ നിങ്ങളോട് പറയാം, ദയവായി അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോകരുത്. ഒത്തിരി അക്വേറിയം നമുക്ക് ചുറ്റുമുണ്ട്. IPC ഉണ്ട്, AG ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്, ഷാരോൺ ഉണ്ട്, ആലോമുണ്ട്, ഇൻഡിപെൻഡൻ്റ് ഉണ്ട്, ഫിലദൽഫിയ ഉണ്ട്. ഈ അക്വേറിയത്തിൽ നിന്നൊന്നും ആരെയും കോരി ഇവിടെ കൊണ്ടിടാൻ ശ്രമിക്കരുത് പ്ലീസ്. ഒരപേക്ഷയാണ്. ഓൾറെഡി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എവിടെയെങ്കിലും ഇരുന്ന് ആരാധിക്കുന്നതിനെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുത്താതെ നമുക്ക് സുവിശേഷം പറഞ്ഞ ഒരെണ്ണത്തെ നേടാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത മലയാളികളായ ഇഷ്ടം പോലെ ആളുകളെ ഈ കുറഞ്ഞ 10-15 ദിവസത്തിനുള്ളിൽ അവിടെ ചായ കുടിക്കാൻ ചെന്നിരുന്നപ്പോൾ അവരെ കണ്ടു. ഞങ്ങൾ വിശ്വാസി പെന്തക്കോസ് ഒന്നും അല്ല, പക്ഷേ ഭാഷാപ്രസംഗം യൂട്യൂബിൽ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞ് എത്ര എണ്ണം വന്ന് പരിചയപ്പെട്ടു. അപ്പം ഞാൻ നോക്കി, ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയല്ലേ കിടക്കുന്നത്. ഒന്ന് മെനക്കെട്ട് സുവിശേഷം പറയാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഈ ചർച്ചിൻ്റെ അകത്ത് നിന്ന് ശുശ്രൂഷയ്ക്കായി മിഷണറിമാരെ പറഞ്ഞയക്കുന്ന ലെവലിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മിഷണറിമാർ എഴുന്നേക്കട്ടെ. പിന്നെ ഇതിനകത്ത് മിഷണറിമാരൊക്കെ ഇരിപ്പുണ്ട്. ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ഗ്രാജുവേഷനൊക്കെ ചെയ്തിട്ടിരിക്കുക നമ്മുടെ ബേസിൽ ബ്രദർ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേര് ബിജു ബ്രദർ. എല്ലാം ഇരിക്കുക. ഇവരെല്ലാം പ്രാർത്ഥിച്ച് മിഷണറിമാരായി അയക്കുന്ന ലെവലിലേക്കൊക്കെ സഭയെ ദൈവം മാറ്റും. പക്ഷെ അതിനാദ്യം സുവിശേഷം പറയാനുള്ളൊരു ദാഹം ഉണ്ടാകണം.
പിന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ പരസ്യങ്ങൾ നടത്തും. പണ്ട് നിങ്ങൾക്കറിയാമോ, പണ്ട് എന്നെ ഈ പെന്തക്കോസിലുള്ള ചില ആളുകൾ വിളിച്ചിരുന്നൊരു പേരുണ്ടായിരുന്നു. എന്താ പറയുക, നിർജ്ജന പ്രദേശം എന്നെ വിളിച്ചിരുന്ന പേരാ. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പരസ്യത്തിൻ്റെ മേളമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ പിതാക്കന്മാരുടെ കാലഘട്ടം നന്നായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്നൊരു കാലഘട്ടം 2002, 2003, 2004 ആ കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ കോളാമ്പിയായിട്ട് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഇവർ രഹസ്യമായിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് നേരെ ഫേസ്ബുക്കിൽ കൊണ്ട് ഇട്ടേച്ച് പറയും, ആരും ഇല്ലാത്തടത്ത് പ്രസംഗിക്കുന്ന നിർജ്ജന പ്രദേശം. അങ്ങനെ ആ പേരെനിക്ക് കിട്ടി. പോസ്റ്റിനോടും മരത്തോടും പ്രസംഗിക്കുന്നു, അങ്ങനെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പോസ്റ്റിനോട് പ്രസംഗിക്കുന്നു, മരത്തോട് പ്രസംഗിക്കുന്നു, ആളില്ലാത്തടത്ത് കേൾക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ നിർജ്ജന പ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന കോൺഫറൻസുകളിലേക്ക് ദൈവം അയച്ചു, രാജ്യങ്ങളിലേക്ക് ദൈവം അയച്ചു. അത് ദൈവത്തിൻ്റെ നീതി. പക്ഷെ ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ആ തെരുവിലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ തെരുവുകളിൽ നിന്ന് അനേക ചെറുപ്പക്കാരെ, മദ്യത്തിന് ലഹരിയെന്നൊക്കെ അനേക ചെറുപ്പക്കാരെ കർത്താവിലേക്ക് നയിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ആ ഉറപ്പാണ് പിന്നെയും മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ പരിസരത്തുള്ളവരോ അയലത്ത് താമസിക്കുന്ന ആരെങ്കിലും ആകട്ടെ, നമുക്ക് അവരോട് ഈ കർത്താവിനെ കുറിച്ചുള്ള ദാഹം അവരുടെ ഉള്ളിലേക്ക് ഒന്നിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ എടുക്കണ്ട, അവിടെ ഒരു സഹോദരി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നയമാൻ എന്ന് പറയുന്ന ആ അധികാരിയുടെ വീട്ടിൽ ഒരു ബാല്യക്കാരത്തിയായി ഇസ്രായേലിൽ നിന്ന് വേലയ്ക്കായിട്ട് കൊണ്ടുവന്നായിരുന്നു. വേലയ്ക്ക് പിടിച്ചുകൊണ്ട് വന്നു, അടിമയായി കൊണ്ടുവന്നു. അപ്പോൾ ഈ നയമാന് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ, നോക്കണം, ഇവളാരാ അവിടുത്തെ വേലക്കാരി? അടിമ സ്ത്രീയായി പിടിച്ചുകൊണ്ട് വന്ന ബാല്യക്കാരത്തി. ഒരടിമയ്ക്ക് തൻ്റെ ഉടമയെ 100% ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരു ഉടമയ്ക്ക് തൻ്റെ അടിമയെ 100% ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയില്ല. അപ്പോഴാണ് മുതലാളിക്ക് നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിലോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഓരോ ദിവസവും എന്നെ ഇട്ട് പീഡിപ്പിക്കുന്നതിന് ദൈവം തൊട്ടതാ, എന്നൊക്കെ ഇതല്ലടാ വരുന്നത് എന്നൊക്കെ മലയാളികൾ പറയത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നെ അത്ഭുതപ്പെടുത്തിയ പെങ്കൊച്ചെ. അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്ന യജമാനന് കുഷ്ഠം വന്നെന്നറിഞ്ഞപ്പോൾ നമ്മളെങ്ങാനും ആണെങ്കിൽ 100 ചോദ്യം ദൈവത്തിനോട് ചോദിക്കും. എന്നാലും എൻ്റെ ദൈവമേ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ച ഇസ്രായേലിൻ്റെ ദൈവമാവേ ഭജിച്ച് നടന്ന് എന്നെ ഒരു അടിമയായിട്ട് നീ വിട്ടുകൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ചോദിക്കും. പക്ഷേ അവൾ അവിടെ കിടന്നുകൊണ്ടും തൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തുക. അങ്ങ് ഇസ്രായേലിലെ ദൈവത്തിൻ്റെ അടുക്കലൊന്ന് പോയിരുന്നെങ്കിൽ അങ്ങേക്ക് സൗഖ്യം വരും. അടിമയായി കടന്നുകൊണ്ട് തൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ആ ഇസ്രായേൽക്കാരത്തി, ബാല്യക്കാരത്തി, കൊച്ചു പെണ്ണ് നമ്മളെ അത്ഭുതപ്പെടുത്തുക. കർത്താവിനെ കുറിച്ചുള്ള ദാഹം. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മളിപ്പോൾ ഇവിടെ പലരും പറഞ്ഞ വാക്ക് ആവർത്തിക്കുക. സുവിശേഷം പറഞ്ഞ ഒരു വർഷം ഒരാളെ, ശരി, നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം. കാഹളനാദത്തിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളിൽ പ്രധാനപ്പെട്ട 2 ശബ്ദം, ഒന്ന് ഇവിടെ കയറി വരുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറക്കുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റൊരു ശബ്ദം കൂടെ ഉണ്ട്, നിഴലായി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ. ഒരു നിഴലാതെ കർത്താവ് ചോദിക്കുക, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുപോവാ. ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചൊറിഞ്ഞിട്ട്, കർത്താവ് ഇപ്പോൾ പിടിച്ചൊന്നുമില്ല, ഒരു 5 വർഷം മുമ്പ് ഞാൻ ദോഹയിലായിരുന്നപ്പം 2 എണ്ണത്തെ, ഇവിടെ 4 ദിവസം കേട്ട മീൻ ആർക്കും വേണ്ട, അപ്പോഴാണ് 5 വർഷം. ഒത്തിരി ഒന്നും പറയാനില്ല നാഥ, ഒരെണ്ണത്തെ ഞാൻ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിർത്താൻ നമ്മുടെ കയ്യിൽ ഒരു നിക്ഷേപം ഉണ്ടോ? ഒരെണ്ണം ഉണ്ടോ? അതിനുവേണ്ടി നമ്മൾ തയ്യാറാകാം ഈ ദിവസങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ഇന്ന് ഇവിടെ വന്നിരിക്കാൻ ആരൊക്കെയോ നമ്മുടെ പുറകെ എത്രയോ കാലം നടന്നില്ലേ? ആരൊക്കെയോ നമ്മുടെ പുറകെ എത്രയോ കാലം നടന്നു. എത്രയോ പേര് നമുക്ക് വേണ്ടി എത്രയോ കാലം പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ മണവാട്ടി പദത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം പറയാനായിട്ട് ഒരു ദാഹം. ഞാൻ പറഞ്ഞു നിർത്താം. 3, ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. ഉപ്പില്ലെങ്കിൽ എന്തില്ല? രുചി. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് വരുത്തുന്ന വസ്തുവാണ്. നമ്മളെ തൊടുന്നവരും നമ്മളോട് ഇടപെടുന്നവരും നമ്മളോട് പരിചയപ്പെടുന്നവരെല്ലാം ദൈവസ്നേഹം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? രുചിച്ചറിയണം, അല്ലേ? നമ്മളെ കാണുന്നവരെല്ലാം കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന്
രുചിച്ചറിയണം. പോട്ടെ, അതിൻ്റെ വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അടുത്തൊരു പ്രത്യേകത, ഉപ്പ് അലിഞ്ഞു ചേരുന്ന വസ്തുവാണ്. അല്ലേ? സാമ്പാറിനകത്ത് ഉപ്പിടുക. ആ സീൻ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. സാമ്പാറിൻ്റെ അകത്ത് ഉപ്പിടുന്നു. ഉപ്പ് ഇങ്ങനെ സാമ്പാറിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഉപ്പ് കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ്. ഉപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ചുവന്ന് തുടുത്ത തക്കാളി ഒരു മൂലയിൽ, അല്ലേ? അപ്പുറത്ത് നോക്കുമ്പം കോല് പോലെ ഇരിക്കുന്ന മുരിങ്ങക്ക. അപ്പുറത്ത് നോക്കിയപ്പോൾ അടിച്ചു പരത്തിയ കലം പോലെ ഉരുളക്കിഴങ്ങ്, ഷേപ്പില്ല. മറ്റേടത്ത് നല്ല തിളങ്ങുന്ന കത്തിരിക്ക, വഴുതനങ്ങ, ഇതെല്ലാം കാണുക. അപ്പോൾ ഈ ഉപ്പ് പറയോ, ഓ തക്കാളി വലിയ ഉള്ളിയാണ്, പുള്ളിയായിട്ട് ഞാൻ ചേരിയല്ല പറയുമോ? ഓ മുരിങ്ങക്ക കമ്പോലിരിക്കുക അല്ലേ? അങ്ങനെ പറയുമോ? ഏതെടുത്ത് കടിച്ചാലും എന്ത് കാണും? ദൈവസ്നേഹം. ഇവിടെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഒരു സഭ പൊളിയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം ആ സഭയിലെ സ്നേഹം നഷ്ടപ്പെട്ടു തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, ഇവിടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവരിൽ എല്ലാം തികഞ്ഞവരാരുമില്ല. എന്തൊക്കെയോ കുറവും പ്രശ്നങ്ങളൊക്കെ ഉള്ള ടീമുകളാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും. ഒന്ന് വിട്ടുകളയാൻ, ഫോട്ടോയെന്ന് വെക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ സഭ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഇതിന് വാക്യങ്ങൾ എടുത്ത് സംസാരിക്കാനുണ്ട് ഇഷ്ടം പോലെ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തു എന്ന ശരീരവും നാം ശരീരത്തിൻ്റെ അവയവങ്ങളുമാണെന്ന സഭയെക്കുറിച്ച്. നോക്ക്, നമ്മളിങ്ങനെ നടന്നു പോകുമ്പം കാലിലൊരു മുള്ളു കൊണ്ടു ഉടനെ കൈ കെട്ടി നിന്നിട്ട് കൊള്ളട്ടെ, പലയിടത്തൂടെ കൊള്ളുവന്നു, കയറട്ടെ കുത്തി, ഇങ്ങനെയൊക്കെ കമൻട്രി പറയുമോ? ഒരു കാലി മുള്ളു കൊണ്ടാൽ കൈ പാഞ്ഞു ചെന്ന് അതെടുത്ത് കളഞ്ഞ് കണ്ണ് നിറയും. അതാണ് സഭ. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ വരും, അന്ന് ഇച്ചിരി കുഴപ്പമായിരുന്നല്ലോ, ഇതൊന്നൊന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ഓടിച്ചെന്നാ മുള്ളെടുത്ത് കളയാൻ, അങ്ങനെ കഴിയുന്നൊരു ദൈവസ്നേഹത്തിൽ ഈ സഭ പോകണം. എൻ്റെ ഒരു അപേക്ഷയാണ്. 23 വർഷമായി ഈ കമ്മ്യൂണിറ്റിക്കകത്ത് കിടന്ന് കണ്ടും കേട്ടും മടുത്തിട്ട് പോകാൻ വേറൊരു ദൈവം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പോകാൻ വേറൊരു ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. നീ എവിടെ പോകും? വേറൊരു ദൈവം ഇല്ലല്ലോ പോകാൻ. സത്യദൈവത്തെ അറിഞ്ഞല്ലോ. ഇനി പോകാൻ ഒരു ദൈവം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുക. അതുകൊണ്ടാണ് ഈ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിന്നല്ലേ പറ്റൂ, നിത്യത പോണ്ടേ. അതുകൊണ്ട് വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മളിലെല്ലാം കുറവും കുറ്റങ്ങളുള്ളവർ കാണും. പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായി തീരണം, അലിഞ്ഞു ചേരണം. ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, ഉപ്പ് വസ്തുക്കൾ ജീർണിച്ചു പോകാതെ സൂക്ഷിക്കുന്ന, അല്ലേ? മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കും, രാത്രി ചോറ് വെള്ളം ഒഴിച്ചാൽ ഉപ്പിട്ട് വെക്കും. ഇതൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിലെ കൂട്ടുകാരിൽ നരകത്തിലേക്ക് നശിച്ചു പോകാനിരിക്കുന്ന അനേകരെ ഒന്ന് ഇറങ്ങിച്ചെല്ലുവാൻ ഉപ്പിനെ പോലെ. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഉപ്പിൻ്റെ അടുത്തൊരു പോയിൻ്റ്, ഉപ്പിന് പകരം മറ്റൊന്നില്ല. ഉപ്പില്ല അച്ചാച്ചാന്ന് ഭാര്യ പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യടി, നാളെ മേടിക്കാം എന്നാരും പറയത്തില്ല. ഉപ്പിന് പകരം എന്തേ ഉള്ളൂ? നമുക്ക് പകരം നമ്മൾ മാത്രമേ ഉള്ളൂ. അയാളെ പോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് കൃപയില്ല, നിങ്ങളെപ്പോലൊന്നും പ്രസംഗിക്കാൻ ഇതൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ദൈവം മറ്റൊരുത്തനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത്. ഇത് ഹൃദയപ്പലകയെ കുറിച്ച് വെച്ചോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒന്നും പറയാനില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളൊരു ശുശ്രൂഷയുണ്ട്. ഇവിടെ ഒരു ക്യാൻസർ രോഗിയുടെ അടുക്കൽ ഈ കൂട്ടത്തിലൊരു സഹോദരൻ ചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാകണമെന്ന് ദൈവത്തിന് ഹിതമാണെങ്കിൽ അവിടെ ഇനി എത്ര മോസ്റ്റ് റൈറ്റ് റവറണ്ട് എന്ന് കൈവച്ചാലും സൗഖ്യമാവില്ല. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എനിക്ക് അത്രയും വലിയ കൃപ അങ്ങനെ ആരും പറയരുത്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ദൈവം നമ്മളെ ഉപയോഗിക്കും. അതിനായിട്ട് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക.